വൈകുന്നേരം എന്താ സ്പെഷ്യലെന്ന് കാണണ്ടേ, നേരെ കിച്ചണിലോട്ട് പോകാവേ. നിങ്ങളെയൊക്കെ നിങ്ങളുടെ ഭർത്താക്കന്മാർ വഴക്ക് പറയാനുണ്ടോ? എന്നെ വഴക്ക് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലെ ഒരു കാര്യമാണ്, ഞാൻ ഈ പച്ചക്കറിയൊക്കെ മേടിച്ച് വെച്ചാലും അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ കൂട്ടാനൊക്കെ ബാക്കി വന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചാലും ഉണ്ടല്ലോ, ഞാൻ മറന്നേ പോകും. പച്ചക്കറിയൊക്കെ ഉണക്കിക്കളയുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ഇങ്ങനെ ഏട്ടൻ ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഞാൻ ഓർക്കും, ഇത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടല്ലോ. അതിന് മുന്നേ ഞാനൊന്നും ഓർക്കത്തില്ല. ഏട്ടൻ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ എനിക്ക് നല്ല ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അന്നേരം ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഏത്തയ്ക്ക മേടിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇന്നൂടെ അത് എടുത്തില്ലെങ്കിലുണ്ടല്ലോ, അതൊന്ന് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ഏട്ടൻ ഉടനെ ചോദിക്കും, ഇതൊന്നും ഈ വർഷം എടുക്കാൻ വെച്ചിരിക്കുകയല്ലായിരിക്കും, അടുത്ത വർഷത്തേക്ക് വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും അല്ലേ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് നീയെ, അങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു എന്തായാലും സ്പെഷ്യലായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പോത്തുകറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പോത്തുകറിയും പഴംപൊരിയും കൂടെ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇന്ന് വിചാരിച്ചാൽ അതങ്ങ് ഉണ്ടാക്കിയേക്കാവുന്ന. ഈ പഴംപൊരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഞാൻ കടലമാവിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും മൈദയായിരുന്നു. ഒരു 2 സ്പൂൺ കടലമാവിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി പഴംപൊരി കിട്ടുമെന്നാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ എന്നെ ഫോൺ വിളിച്ച് വേഗം വന്നു, നല്ല അടിപൊളി പഴംപൊരിയും ബീഫ് കറിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളത് കഴിക്കട്ടെ. അപ്പോൾ എത്രയേ ഉള്ളൂ. ബൈ.